മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ട റാഗിങ്ങിൽ 5 പേർ അറസ്റ്റിൽ. കറുത്ത ഷൂസ് ധരിച്ചെത്തി എന്ന് പറഞ്ഞാണ് 2 ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത്. അറസ്റ്റിലായ മുഴുവൻ പ്രതികളും മലയാളികളാണ്. ആദർശ്, ജസിൻ ഖാദർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായി കോളേജ് മാനേജ്മെന്റും അറിയിക്കുകയും ചെയ്തു. ബൈജുവിൻ്റെ വിശദാംശങ്ങളുമായി. ബൈജു, ഇക്കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഞെട്ടലോടെ കേട്ടൊരു വാർത്തയാണ്. പ്രതികളെല്ലാം മലയാളികളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ ഞെട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ കേസ് ഇനി മുന്നോട്ട് പോവുക? അതെ ഹരി, 6 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ 5 പേരുടെ അറസ്റ്റ് ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി രേഖപ്പെടുത്തി. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പാണ്ഡ്യേശ്വർ പോലീസ് അറിയിച്ചത്. ഏതായാലും കോഴിക്കോട്, തൃശൂർ സ്വദേശികളായ ആദർശ്, അതുപോലെ തന്നെ ജസീൻ ഖാദർ എന്നിവരെയാണ് ഇത്തരത്തിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കിയത്. ഇവരെ മർദ്ദിച്ചു. അതോടൊപ്പം ഇവരുടെ മാതാപിതാക്കളെ അസഭ്യം പറയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ കേസിൽ അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ശ്രീനിവാസ കോളേജിൽ നിന്നും ഈ 6 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തതായും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇത് 2ാം വർഷ ലോജിസ്റ്റിക്സ് ഡിപ്ലോമ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ ഒരു റാഗിംഗ് നടത്തിയത്. BBA-യും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ ആദർശും ജസീൻ ഖാദറും. ഈ കോളേജിന്റെ ക്യാമ്പസിന് പുറത്തു നിന്നാണ് ഇത്തരത്തിലുള്ള റാഗിംഗ് ഉണ്ടായത്. ഇവരെ കറുത്ത ഷൂസ് ധരിച്ചെത്തിയതിന് ഇവരെ ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയാക്കിയായിരുന്നു. അതിനുശേഷം ക്രൂരമായി വടി ഉപയോഗിച്ച് മർദ്ദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ 2 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണുള്ളത്. ഏതായാലും മംഗളൂരുവിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ശ്രീനിവാസ കോളേജ്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഹരി, ശരി, ഒരാളും കൂടി ഇനി പിടിയിലാകാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. KU ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.